ക്രിസ്ത്യാനിറ്റിക്കകത്ത് നിൽക്കുമ്പോൾ ക്രിസ്തീയ മതം പറയുന്നത് പുറമേയുള്ള മറ്റ് മതങ്ങളിലും പുറമേയും അനേകം ദൈവങ്ങളുണ്ട്. എന്നാൽ ക്രിസ്തീയ മതം മാത്രമാണ് ഏക ദൈവത്തെ വിശ്വസിക്കുകയും ഏക ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഏക മതമെന്നുള്ളതാണ്. ഇത് സത്യമാണോ, അതോ ഇതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ, അതോ മിഥ്യയാണോ എന്നൊക്കെ ഉള്ളതാണ് സംശയം. ഇസ്ലാം മതവും പറയുന്നത് ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചാണ്. അപ്പോൾ ക്രിസ്തീയ മതം മാത്രമല്ല. ഈ പ്രപഞ്ചത്തിൽ എത്ര ദൈവങ്ങളുണ്ട്? ആകെ ഒരേ ദൈവമേ ഉള്ളൂ. ആ ഏകദൈവ കൺസെപ്റ്റ് എന്ന് പറയുന്നതാണ് പ്രപഞ്ച സത്യം. അപ്പോൾ മറ്റ് പല മതങ്ങളിലും ഒത്തിരി ദൈവങ്ങളുണ്ട് എന്ന് വാദിക്കുന്ന ആ ഒരു ചിന്താഗതി തന്നെ തെറ്റാണ്. കാരണം ഒരു ദൈവം മാത്രമേ ഈ പ്രപഞ്ചത്തിനകത്തുള്ളൂ. പക്ഷേ മറ്റ് മതങ്ങൾ എടുത്തു വച്ചിരിക്കുന്ന ആശയത്തിനകത്ത് ബഹുദൈവ കൺസെപ്റ്റുകളെന്ന് പറയുന്നത് മറ്റൊരർത്ഥത്തിലാണ്. ഇപ്പോൾ ഹൈന്ദവ മതം പറയുന്നത് 30 കോടി ദൈവങ്ങളെക്കുറിച്ച് പറയുന്നു. അത് ശരിക്കും മൂക്കിൽ ശ്വാസമുള്ള ജീവജാലങ്ങളെ, പറവജാതികളെയും മൃഗജാലങ്ങളെയും ഉറുമ്പ് പോലെയുള്ള അത്തരത്തിലുള്ള ജീവികളെയും കൂടെ ചേർത്ത് അത്രയും സ്പീഷ്യസ് ഓഫ് ജീവജാലങ്ങളുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് ഹൈന്ദവ മതം പറയുന്നത്. എന്തിനീ 30 കോടി ദൈവങ്ങളെ ആരാധിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആരാധന മനോഭാവമാണ്. ഇത് തന്നെയല്ലേ ജീസസും പറഞ്ഞത്, നിൻ്റെ അയൽക്കാരനെ നീ നിന്നെ പോലെ സ്നേഹിക്കണം. ഇത് തന്നെയാണ് ഹൈന്ദവ മതം കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ട് പറയുന്നത്. നീ ഉറുമ്പിനെയും ആരാധിക്കണം, സ്നേഹിക്കണം, നീ കൊതുകിനെയും സ്നേഹിക്കണം, ആനയെയും സ്നേഹിക്കണം, എല്ലാ പക്ഷിമൃഗാദികളെയും സസ്യലതാദികളെയും നീ സ്നേഹിക്കണം. കാരണം അതിലെല്ലാം ഈ ജീവൻ അടങ്ങിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ നല്ലതല്ലേ? പക്ഷേ ഹൈന്ദവ മതം തന്നെ പറയുന്നുണ്ട് ഇതെല്ലാം ദേവതകൾ അല്ലെങ്കിൽ ദേവഗണങ്ങളാണ്, ദൈവമൊന്നേ ഉള്ളൂ. അപ്പോൾ ആശയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ അത് തെറ്റാണ്, ഇത് തെറ്റാണ്, അതങ്ങനെയാണ്, ഞങ്ങൾ മാത്രമാണ് ശരിയെന്ന് വാദിക്കുന്ന ചിന്താഗതി തന്നെ തെറ്റാണ്. ഇനി ക്രിസ്തീയ മതത്തിലേക്ക് വരാം. ക്രിസ്തീയ മതം പറയുന്നത് ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണെന്നാണ്. പക്ഷേ അങ്ങനെയാണോ? നിങ്ങൾ ചുറ്റുമൊന്ന് നോക്കിയേ. റോമൻ കാത്തലിക്കാണ് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഏറ്റവും വലിയ ക്രിസ്തീയ ഡിനോമിനേഷൻ എന്ന് പറയുന്നത്. റോമൻ കാത്തലിക് എത്ര ദൈവങ്ങളെ ആരാധിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്? പിതാവാം ദൈവമുണ്ട്, പുത്രനാം ദൈവമുണ്ട്, പരിശുദ്ധാത്മാവാം ദൈവമുണ്ട്. ദൈവം മൂന്നായേ പോരാ, തീർന്നില്ല. മറിയയും ദൈവമാണ്, ജോസഫും ദൈവമാണ്, പുണ്യാളന്മാരും ദൈവമാണ്. പോരാ, തീർന്നില്ല. ഓരോ കാലഘട്ടത്തിൽ ജീവിച്ച് മരിക്കുന്ന RC വിഭാഗത്തിന് കൂറുള്ള ചില വ്യക്തികളെയും വിശുദ്ധന്മാരായി പ്രഖ്യാപിച്ചിട്ട് അവരെയും ആരാധിക്കാനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന റോമൻ കാത്തലിക്ക് ബഹുദൈവ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കപടത നിറഞ്ഞ മതമായിട്ട് നമുക്ക് പറയാം. ഇനി റോമൻ കാത്തലിക്കിനെ മാത്രം കുറ്റം പറയണ്ട. പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് വന്നാൽ അവിടെയുമുണ്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പെന്റക്കോസ്റ്റിലേക്ക് വന്നാൽ അവിടെയുമുണ്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇത് മൂന്നും ഒന്നാണോ? ഇത് മൂന്നും മൂന്നാണോ? അവർക്ക് പോലും അറിയത്തില്ല. ഇനി ആരുടെ അടുത്തെങ്കിലും ഒന്ന് നിങ്ങൾ പോയി ചോദിച്ചേ, പിതാവാരാ? പിതാവിനെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അവർക്കറിയില്ല. പുത്രനാരാ? അതറിയാം, ജീസസ് ആണ് പുത്രനെന്നറിയാം. പരിശുദ്ധാത്മാവാരാ? അതെന്തോ പ്രാവ് പോലെ ഇരിക്കുമെന്ന് പറഞ്ഞ് എല്ലായിടത്തും പ്രാവിനെയാണ് വരച്ച് വെച്ചേക്കുന്നത്. പ്രാവ് എങ്ങനെ പരിശുദ്ധാത്മാവാകും? സോ ഒരു വ്യക്തതയുമില്ലാതെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുകയും പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കപടമതമായി ക്രിസ്തീയ മതം അധപ്പതിച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെ അവർക്ക് വാദിക്കാൻ പറ്റും ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച്?